ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഒരു കാത്തിരിപ്പിലാണെന്ന് എനിക്കറിയാം. ISL 10ാം സീസന്റെ പ്ലേ ഓഫ് നോക്കൌട്ട് മത്സരങ്ങൾ ഏപ്രിൽ 19, 20 തീയതികളിലായി നടക്കുകയാണ്. 19-ന് ഫസ്റ്റ് നോക്കൌട്ട് മാച്ച് തന്നെ നമ്മുടെ മാച്ചാണ്. ഒഡീഷ FCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കൌട്ട് കളിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ ആ പ്ലേ ഓഫ് നോക്കൌട്ട്. ബംഗളൂരു FCക്കെതിരെ നമ്മളിപ്പോൾ ഇതേപോലെ പ്ലേ ഓഫ് നോക്കൌട്ട് കളിച്ചതും ആ മത്സരത്തിന്റെ വളരെ സങ്കടത്തോടു കൂടിയുള്ള ഒരു ദുരന്ത പര്യവസായിയായ ആ മത്സരത്തിന്റെ എൻഡും അതൊന്നും നമ്മളൊന്നും ഇതേവരെ മറന്നിട്ടില്ല. സോ കൺസിക്യൂട്ടീവായ വർഷങ്ങളിൽ തുടർച്ചയായ 3ാം പ്ലേ ഓഫ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത്. സോ ഒഡീഷ FC ആണ് എതിരാളികൾ. മികച്ച മത്സരം പ്രതീക്ഷിക്കാം. കാരണം നമുക്കറിയാം ISLന്റെ ലീഗ് എല്ലാം കഴിഞ്ഞു. കാരണം കഴിഞ്ഞ മത്സരം ലാസ്റ്റ് മാച്ചിൽ മോഹൻ ബഗാൻ ലീഗ് ഷീൽഡ് ജേതാക്കളാവുന്ന കാഴ്ചയൊക്കെ കണ്ടു. സോ മാറുന്ന സാഹചര്യങ്ങളിൽ ഇനി ഈ ഒരു ഫോർമാറ്റ്, അതായത് ലീഗ് ഷീൽഡ് ജേതാക്കളായതിനു ശേഷവും 7 മാച്ച് പ്ലേ ഓഫ് ഫോർമാറ്റ് ഇനി ISLൽ എത്ര നാൾ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അപ്പൊ അതിന്റെയൊക്കെ സാഹചര്യത്തിൽ ലീഗിൽ എന്തായിക്കോട്ടെ ISL ട്രോഫി കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുന്നത് കാണാൻ ഏതൊരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകനും ആഗ്രഹിക്കും. അതിലേക്കുള്ള മറ്റൊരു നിർണായക ദിവസമാണ് ഈ സീസണിലെ പ്ലേ ഓഫ് നോക്കൌട്ട്. ഒഡീഷയ്ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് നോക്കൌട്ട് കളിക്കുന്നു. ജയിച്ച് സെമിയിൽ പോകണം. അൾട്ടിമേറ്റ്ലി വി വാണ്ട് ടു വിൻ ദ ISL ട്രോഫി. ഇത് ഘടികാരങ്ങൾ നിരക്കുന്ന സമയം. റൊണാൾഡോ ഒഡീഷ FCക്കെതിരെ ഭുവനേശ്വറിൽ ISLന്റെ പ്ലേ ഓഫ് നോക്കൌട്ട് കളിക്കാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഏപ്രിൽ 19-ന് ഇറങ്ങുമ്പോൾ ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകന്റെയും മനസ്സിൽ ഒരൊറ്റ ചോദ്യമാണ്: ദിമിത്രിയോസ് ഡയമന്തക്കോസും അഡ്രിയാൻ ലൂണയും പ്ലേ ഓഫ് എങ്കിലും കളിക്കുമോ, അത് ഇവര് പ്ലേ ഓഫിനും ഇല്ലേ? ഇതാണ് ചോദ്യം. ഇതൊരു $1 മില്യൺ ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം ഇപ്പോഴും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം, വാസ്തവമായ കാര്യം. സോ ലൂണ നമുക്കറിയാം കഴിഞ്ഞ ഡിസംബർ 3-ാം തീയതി ഗോവയ്ക്കെതിരെ ഗോവയിൽ എവേ മാച്ച് 9ാം റൗണ്ട് മാച്ച് കളിച്ചതിന് ശേഷം പരിക്കിന്റെ പിടിയിലായി. പിന്നീടുള്ള ഒറ്റ മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സിൽ ലീഗ് മുഴുവൻ ലൂണ കളിച്ചിട്ടില്ല. അദ്ദേഹം 4 മാസത്തോളം വിശ്രമത്തിലായിരുന്നു, ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ മാർച്ച് 15-ാം തീയതി കൊച്ചിയിലേക്ക് മടങ്ങി വന്നു, ട്രെയിനിങ് പുനരാരംഭിച്ചു ടീമിനൊപ്പം. പക്ഷേ ഇതേവരെ കുറച്ചുപോലും ഒരു മാച്ച് ടൈം, ഗെയിം ടൈം ലൂണയ്ക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ലൂണ ഇത്രയും ക്രഞ്ച് മാച്ചിൽ ഒരു നോക്കൌട്ട് മീൻസ് ഒരു പ്ലേ ഓഫ് നോക്കൌട്ട് മാച്ചിൽ ലൂണ കളിക്കുമോ, ഇനി കളിച്ചാൽ തന്നെ എത്ര നേരം എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷെ നമുക്കറിയാം ഈ സീസണിൽ ലൂണ കളിച്ചിരുന്നത് വരെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു പ്രകടനം, ഇൻക്ലൂഡിംഗ് ഇതേ ഒഡീഷയ്ക്കെതിരെ കൊച്ചിയിൽ ഹോം മാച്ച് കളിച്ചപ്പോ ലൂണയുടെ മാച്ച് വിന്നിംഗ് ഗോളിലാണ് നമ്മൾ ആ കളി ജയിച്ചത്. ഡിയേഗോ മൗറീഷ്യയുടെ ഒരു ഗോളിൽ ഒഡീഷ ലീഡ് ചെയ്ത മത്സരം ദിമിത്രിയോസ് ഗോൾ അടിക്കുന്നു, ലൂണ ഗോൾ അടിക്കുന്നു, നമ്മൾ 2-1 ജയിക്കുന്നു. സെക്കൻഡ് ലെഗ് അവിടെ ഭുവനേശ്വറിൽ നമ്മൾ 2-1 തോറ്റു എന്നുള്ളതും വാസ്തവമാണ്. സോ ലൂണ കളിക്കുമോ ഇല്ലയോ, $1 മില്യൺ ക്വസ്റ്റ്യൻ കാത്തിരിക്കുന്നു നിങ്ങളെ പോലെ ഞാനും. അതേപോലെ തന്നെയാണ് ദിമിത്രിയോസിന്റെ കാര്യം. ഈ സീസണിൽ 13 ഗോളുകളുമായി 13 ഗോൾസ്, ഇപ്പോഴും ISL ടോപ്പ് സ്കോറിംഗ് ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത്, ഗോൾഡൻ ബൂട്ട് റേസിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ദിമിത്രിയോസിന് ഈ കളി പ്ലേ ഓഫ് നോക്കൌട്ട് അനിവാര്യമായി നിർബന്ധമായും കളിക്കേണ്ട മത്സരമാണ്. ടീമിനെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ പേഴ്സണൽ നേട്ടങ്ങൾ, അച്ചീവ്മെന്റിനെ സംബന്ധിച്ചും. കാരണം ഗോൾഡൻ ബൂട്ട് റേസ് 13 ഗോൾ ദിമി കളിക്കും, ദിമി ഗോൾ അടിക്കും, വീണ്ടും ഗോൾഡൻ ബൂട്ട് റേസിൽ രോഹിത് കൃഷ്ണയേക്കാൾ ഒരു പടി കൂടി മുന്നിലേക്ക് പോകും. സോ നിർണായകമാണ്. ഇപ്പൊ ദിമിത്രിയോസും കഴിഞ്ഞ ഏതാനും മത്സരങ്ങളായി ദിമിത്രിയോസും കേരള ബ്ലാസ്റ്റേഴ്സിന് കളിക്കളത്തിൽ ഇറങ്ങിയിട്ടില്ല. ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ്. ദിമിയുടെ ഇഞ്ചുറിയുടെ ആ ഒരു പരിക്ക്, അതിന്റെ ഗൗരവം എത്രത്തോളമാണ്, പൂർണ്ണമായിട്ടും റിക്കവറി ആയോ, ഫസ്റ്റ് 11-ൽ ഒഡീഷയ്ക്കെതിരെ നാളെ കളിക്കാൻ ഇറങ്ങുമോ, വലിയ ചോദ്യങ്ങളാണ്. ഈ 2 ചോദ്യങ്ങളാണ് പ്ലേ ഓഫിൽ ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമാണ്: ദിമിത്രിയോസ് ഡയമന്തക്കോസും അഡ്രിയാൻ ലൂണയും ഒഡീഷയ്ക്കെതിരായ പ്ലേ ഓഫ് നോക്കൌട്ടിൽ കളിക്കുമോ, $1 മില്യൺ ക്വസ്റ്റ്യൻ. ദിമിത്രിയോസും ലൂണയും കളിക്കുമോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. പക്ഷെ അവർ കളിച്ചാലും ഇല്ലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് നോക്കൌട്ട് കളിച്ചേ പറ്റും. ടീമിലെ മറ്റംഗങ്ങൾ, റെഡ് കാർഡിന്റെ സസ്പെൻഷൻ തുടരുന്ന നവോച്ച സിംഗ് ഏതായാലും കളിക്കാൻ പറ്റില്ല നാളെയും ഒഡീഷയ്ക്കെതിരെയും. ബാക്കി എല്ലാവരും അവൈലബിൾ ആൻഡ് ഫിറ്റ് ആണ്. അപ്പം ഒരുപാട് ഓപ്ഷൻസ്. ഇപ്പൊ കഴിഞ്ഞ ലാസ്റ്റ് മാച്ച് ഹൈദരാബാദിനെതിരെ അവസാന മത്സരം 3-1 കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു ലാസ്റ്റ് മാച്ച്.
ആ മാച്ചിൽ യങ് ടീമിനെ വെച്ചാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. അതുകൊണ്ട് തന്നെ ആ മാച്ചിൽ ഇപ്പോൾ ഐമനും നിഹാലും അടക്കം ഗോൾ സ്കോർ ചെയ്തു. സോ അവരെ കണ്ടിന്യൂ ചെയ്യിക്കാൻ വേണമെങ്കിൽ കോച്ചിനെ സംബന്ധിച്ചിടത്തോളം, കോച്ച് ഇവാനെ സംബന്ധിച്ചിടത്തോളം ടീമിനെ പ്ലേ ഓഫ് നോക്കൌട്ടിലേക്കുള്ള ടീമിന്റെ സെലക്ഷൻ നല്ല എന്താ പറയുക, ഒരു വെറൈറ്റി ഓഫ് സെലക്ഷൻ എന്താ പറയുക പാറ്റേൺസ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇപ്പം അറ്റാക്കിങ്ങിൽ നോക്കിയാൽ ഫെദോറിന്റെ ഒപ്പം, ഫെദോർ എന്തായാലും കളിക്കും, ഫെദോറിന്റെ ഒപ്പം ഐമൻ കഴിഞ്ഞ കളി സ്ട്രൈക്കറായിട്ടാണ് കളിച്ചത്. ഐമൻ, നിഹാൽ, ഇഷാൻ പണ്ഡിത ഇവരൊക്കെ പരിഗണിക്കാം അദ്ദേഹത്തിന്റെ ഒപ്പം. ഞാനിത് ദിമിത്രിയോസ് കളിച്ചാൽ ഈ ചോദ്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഈ പ്രസക്തമായി ഈ ഒരു ഫോർമേഷൻ ഒന്നുമില്ല, വേറൊരു ചോദ്യമില്ല. ഇനി മിഡ്ഫീൽഡിലേക്ക് നോക്കിയാൽ ഡെയ്സുകെ സക്കായ്, ജീക്സൺ സിംഗ്, അതേപോലെ ഡാനിഷ് ഫാറൂഖ്, വിപിൻ മോഹനൻ, രാഹുൽ കെ പി, ഫ്രെഡി എല്ലാവരും അവൈലബിൾ ആണ്. ഡിഫൻസിൽ മിലോസ്, ലെസ്കോ, പ്രീതം, അതേപോലെ കഴിഞ്ഞ കളി അസർ, മുഹമ്മദ് അസർ, ഐമന്റെ ഇരട്ട സഹോദരൻ അസർ ഡിഫൻഡറായിട്ടാണ് കളിച്ചത്. സോ എല്ലാ കോച്ചിന്റെ കയ്യിൽ പ്ലേ ഓഫ് നോക്കൌട്ടിന് പോകുന്നതിന് മുമ്പ് നൈസ് ഓപ്ഷൻസ് അവൈലബിൾ. ഓഫ് കോഴ്സ് ഗോൾ പോസ്റ്റിൽ ഇനി ലാറ ശർമ്മ അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല, അത് തെളിയിച്ചു കഴിഞ്ഞു ലാറ. ഇനി ഒഡീഷയിലേക്ക് നോക്കിയാൽ അവരും ഈ പറയുന്ന പോലെ കരുത്തരായ ടീമാണ്. ഇപ്പൊ 13 ഗോൾ അടിച്ച ദിമിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് വന്നതെങ്കിൽ 12 ഗോൾ അടിച്ച റോയ് കൃഷ്ണ, 10 ഗോൾ അടിച്ച ഡീഗോ മൗറീഷ്യോ, അവർ രണ്ടുപേരും ഒരേപോലെ കഴിഞ്ഞ കുറെ മാച്ചസ് ആയിട്ട് ഇവരെ രണ്ടുപേരും അറ്റാക്കിംഗ് കളിപ്പിക്കുക എന്നുള്ളതാണ് ലൊബേറയുടെ സ്ട്രാറ്റജി. സ്വാഭാവികമായിട്ടും ബ്ലാസ്റ്റേഴ്സിനെതിരെയും റോയ് കൃഷ്ണയും മൗറീഷ്യോയും അവൈലബിൾ ആയതുകൊണ്ട് അദ്ദേഹം നാളെ സ്റ്റാർട്ടിംഗ് ലെവൽ ഇവരെ രണ്ടുപേരെയും കളിപ്പിച്ചാൽ ഒരു അത്ഭുതവും വേണ്ട, അവർ രണ്ടുപേരും കളിക്കും. ഇനി പുറകോട്ട് നോക്കിയാൽ അവർക്ക് മിഡ്ഫീൽഡിൽ അഹമ്മദ് ജാഹു ഉണ്ട്, ഡിഫൻസിൽ അവർക്ക് ഓപ്ഷൻസ് ഒരുപാടാണ്. കാർലോസ് ജൽഗാഡോനെ കളിപ്പിക്കാം, അതല്ലെങ്കിൽ മൊർത്താദ ഫോളിനെ കളിപ്പിക്കാം. സോ ഓപ്ഷൻസ് ആർ വേരിയസ്. ഇപ്പം ഡിഫൻസിൽ ഇന്ത്യൻ പ്ലേയേഴ്സ്, അമേർ ആണ് അവിടെ, ഗ്രേറ്റ് ഫോം, ഗോൾ അടിച്ച പ്ലെയർ. ഇപ്പൊ മിഡ്ഫീൽഡിൽ പ്യൂട്ടിയ, അതേപോലെ അവരുടെ ഇസാക് റാൾട്ടെ, ലോട്ട് ഓഫ് ഓപ്ഷൻസ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പ്രിൻസൺ റിബല്ലോ ഗുഡ് ടീം, നല്ല മത്സരം, കിടിലൻ മത്സരം. ഒഡീഷയ്ക്കെതിരെ ഒരു എവേ മാച്ചും ഇതേവരെ ഭുവനേശ്വറിൽ ജയിക്കാൻ പറ്റിയിട്ടില്ല എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റെക്കോർഡ് നാളെയെങ്കിലും ഒന്ന് ഇളക്കിയാൽ അടിപൊളി. ഒഡീഷ ലീഗിലെ അവസാനത്തെ 2 മത്സരങ്ങൾ തോറ്റു, അത് നമ്മൾ എടുത്ത് ചിന്തിക്കേണ്ട ഒരു പോയിന്റാ. മുംബൈക്കെതിരെയും തോറ്റു, നോർത്ത് ഈസ്റ്റിനെതിരെയും തോറ്റു. സോ അവരുടെ മൊറയിൽ ഡൗൺ ആണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഡൗൺ ആയിരിക്കും. പക്ഷെ അവിടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്. അപ്പൊ ലൊബേറ വേഴ്സസ് ഇവാൻ വുക്കമനോവിച്ച്, ISL-ലെ ഏറ്റവും മികച്ച ടാക്ടീഷ്യൻസ്, മികച്ച ക്രൗഡ് പുള്ളേഴ്സ് ആയ 2 കോച്ചുമാരുടെ പോരാട്ടമാണ് സെർജിയോ ലൊബേറ വേഴ്സസ് ഇവാൻ വുക്കമനോവിച്ച്. ആ രീതിയിൽ കൂടി ഈ മത്സരം ശ്രദ്ധ നേടുകയാണ്. എങ്ങനെയാണ് ഒരു കോച്ച് വേറൊരു കോച്ചിന്റെ മേളിൽ എങ്ങനെയാണ് പ്രിവെയിൽ ചെയ്യാൻ പോകുന്നത്? ബിഗ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. സോ ഇതൊക്കെ ഈ മത്സരത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും അതിന്റെ ഒരു ഹൈപ്പും വല്ലാണ്ടങ്ങ് ഉയർത്തുകയാണ്. നാളെ, അതായത് ഏപ്രിൽ 19 വൈകിട്ട് 7:15 മുതൽ ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ നിന്നും തത്സമയം മലയാളം കമന്ററിയോടുകൂടി സൂര്യ മൂവീസിലും ജിയോ സിനിമയിലും കാണാം. കമന്ററി ബോക്സിൽ ഞാൻ ഉണ്ടാകും. ക്രഞ്ച് മാച്ച്, ക്രഞ്ച് സിറ്റുവേഷൻ, തോറ്റയാൾ പുറത്ത്, ജയിച്ചയാൾ സെമി ഫൈനലിലേക്ക്. കാത്തിരിക്കാൻ നമുക്ക് ഭുവനേശ്വറിൽ നിന്നുള്ള ആ ശുഭ വാർത്തയ്ക്കായി.